ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറുകളാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുകയാണ്. നിവർത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അടിവശവും മുകൾ വശവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളത് വീണ്ടും ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കണം. ഇതിൽ നിന്നും നമുക്ക് റൗണ്ട് ഷേപ്പുകളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ വെച്ച് വരച്ചു കൊടുക്കുകയാണ്. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. 4 റൗണ്ട് പീസുകളാണ് നമ്മൾ അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ 6 എണ്ണമാണ് നമുക്ക് വേണ്ടത്. അതെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. നമ്മളിന്ന് ഇത് വെച്ച് ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളത് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നൂലെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്നും ഒരു റൗണ്ട് പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗവും ചുരുക്കിയെടുക്കണം. ഇപ്പം നമുക്കതൊരു ഫ്ലവറിൻ്റെ ഇതളിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളത് കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. വേസ്റ്റ് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ഒരു ഇതള് നമ്മളിവിടെ ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള റൗണ്ട് പീസുകളെല്ലാം നമുക്ക് ഇതളുകളാക്കി എടുക്കാം. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പം നമ്മൾ 6 ഇതളുകളും ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പിങ്ക് കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ഫ്ലവറിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ്. പിന്നീട് നമ്മൾ കെട്ടുകമ്പിയുടെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു അറ്റം നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തു. പിന്നീട് നമ്മളിവിടെ കുറച്ച് കോട്ടൺ എടുക്കുന്നുണ്ട്. ഇത് നമുക്കതിനകത്ത് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളത് കെട്ടുകമ്പിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവറിൻ്റെ പീസ് ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് നൂല് ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കാം. പ്ലാസ്റ്റിക് കവർ കിട്ടുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഇനി നമ്മൾ ഓരോ ഇതളുകളും അതിന് ചുറ്റും വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പം നമ്മൾ ഓരോ ഇതളുകളായി അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ഫ്ലവർ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കതിൻ്റെ തണ്ടിൽ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമുക്കിതിൽ ഇവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വേണം നമുക്കത് ചുറ്റി കൊടുക്കാൻ. ഇതിന് പകരമായിട്ട് നമുക്ക് ഗ്രീൻ ടാപ്പ് വേണമെങ്കിലും ചുറ്റി കൊടുക്കാം. നമ്മളിവിടെ എല്ലാം പ്ലാസ്റ്റിക് കവർ കൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചുറ്റി കൊടുക്കുന്നത്. അതുപോലെ നമ്മളിവിടെ കെട്ടുകമ്പി എടുത്തതിന് പകരം ഈർക്കിളി എടുത്താലും മതി. അപ്പം നമ്മൾ ഫ്ലവറിൻ്റെ തണ്ടിലെല്ലാം ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ഇലകളും പ്ലാസ്റ്റിക് കവർ കൊണ്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കത് ഫ്ലവറിൻ്റെ തണ്ടിലേക്ക് വെച്ച് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി
നമ്മൾ ഇലകൾ നൂലുപയോഗിച്ച് കെട്ടിക്കൊടുത്ത ഭാഗത്ത് നൂല് കാണാതെ ഇരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കവറിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്ത് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതുപോലെ നമ്മൾ നൂല് കാണാതെ ഇരിക്കാൻ വേണ്ടി അവിടെയും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ വേസ്റ്റ് കവറിൽ നിന്നും വളരെ സിമ്പിളായി ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ വേറെ 2 പൂക്കൾ കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവർ കൊണ്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പല കളർ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ഒരുപാട് പൂക്കൾ ചെയ്തെടുത്താൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇനി നമ്മളിത് 3ഉം കൂടെ ചേർത്ത് വെച്ച് നൂലുപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് കവർ കിട്ടുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും നമ്മൾ നൂലുപയോഗിച്ച് കെട്ടിക്കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് നൂല് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു പീസ് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന വേസ്റ്റ് കവറിൽ നിന്നാണ് അടിപൊളി പൂക്കൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാശൊന്നും കളയാതെ ഇതുപോലെ ഒരുപാട് പൂക്കൾ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഒരുപാട് പൂക്കൾ ചെയ്തെടുക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ 3 പൂക്കളെ ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ നമ്മൾ ഇതിനകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഈ സ്റ്റിക്കറെല്ലാം നമ്മൾ അതിൽ നിന്നും കീറിക്കളയാണ്. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് തെർമോക്കോളിൻ്റെ പീസ് വെച്ച് കൊടുത്തു. അതിൻ്റെ നടുക്കായിട്ട് നമ്മളൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ നമുക്ക് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നമ്മളതിനകത്ത് വെച്ച് കൊടുത്തിട്ടുള്ള തെർമോക്കോൾ പീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ വുളൻ ത്രെഡ് കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വുളൻ ത്രെഡെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളതിൻ്റെ മുകളിലാക്കി കൊടുത്തിട്ടുള്ള ഗ്ലൂ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വുളൻ ത്രെഡ് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വുളൻ ത്രെഡ് എല്ലാം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇപ്പം എങ്ങനെയുണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.